പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. നമുക്ക് ഒരു റെസ്പോൺസ് മാനേജറിന്റെ ഭാഗത്ത് ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് കാരണം. ഈ വിഷയത്തെ പറ്റി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾ സംസാരിക്കേണ്ട അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് വേണം, അതാണ് ആവശ്യം. ഇനി മരണം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണോ? മരണത്തിൽ മാത്രം തുടങ്ങിയ ഒരു പ്രശ്നമല്ലായിരുന്നു. ഈ കോളേജ് ഓട്ടോണമി ലെവലിലേക്ക് മാറിയതിൽ പിന്നെ ഒട്ടനവധി എന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി പിറകെ വന്നുകൊണ്ടിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ കാര്യമായ രോഷാകുലരായിരുന്നു. ഈ ഒരു മരണത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു എമോഷണൽ അതിനോട് അറ്റാച്ച്ഡ് ആയി എന്നുള്ളതാണ്. പിന്നീട് സമരം വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് സമര കമ്മിറ്റിയുടെ തീരുമാനം. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നുണ്ട്. ഇന്നലെ വാർത്താ ചാനലുകളിലും മറ്റും പുറത്തായതാണ്. ആ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ആവശ്യം, ഈ ഘട്ടത്തിലുള്ള ആവശ്യം എന്താണ്? ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ന്യായമായ ചോദ്യങ്ങളെയും ആവശ്യങ്ങളെയും പ്രിൻസിപ്പൽ അഡ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട എന്ന് പറയുന്ന ഇയർ ബാഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ KTU പൂർണ്ണമായി എടുത്തു കളഞ്ഞ ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ അതിൽ ആ മിനിമം ക്രെഡിറ്റ് യോഗ്യതയ്ക്ക് പുറമെ ഇയർ ബാഗ് സംവിധാനം എന്നത് പൂർണ്ണമായി എടുത്തു കളയുന്നതാണ് സമരത്തിന്റെ ആവശ്യം. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ന്യായമായ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ പ്രിൻസിപ്പൽ ഇതുവരെ വന്നിട്ടില്ല. രാവിലെ 9 മണി വരെ വിദ്യാർത്ഥികളോട് കാത്തിരിക്കുന്നതാണ്. നേരം 11 മണിയായി. ഇതുവരെ പ്രിൻസിപ്പളോ മാനേജറിന്റെ ഭാഗത്തുനിന്ന് ആരും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യമായ പ്രശ്നം. പ്രിൻസിപ്പൾ എത്തി മറുപടി പറയാതെ സമരം അവസാനിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിൻസിപ്പാളിന് വരാനറിഞ്ഞ് വരാനുള്ള സമയം കഴിഞ്ഞു. ഞങ്ങൾ കുറെ തവണ വിളിച്ചാൽ ഒരു ഒച്ചപ്പാടും വെള്ളം ഉണ്ടാകും മിണ്ടാണ്ടിരുന്ന അവർ വന്ന് കാര്യം ക്ലിയർ ആയിട്ട് തീരട്ടെ എന്നുള്ളവര്. ഞങ്ങൾ എത്രയും നേരം അരമണിക്കൂർ മുകളിൽ കാത്തിരുന്നിട്ട് പ്രിൻസിപ്പാൾ റെസ്പോൺസ് വിളിച്ചു എന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. വരാത്ത സമയത്ത് ഞങ്ങൾ സമരം തുടങ്ങിയത്. ഇത് ഉത്തരം മര്യാദയ്ക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഞങ്ങൾ സമരം നിർത്തില്ല. നാളെ ഉണ്ടാവും. ക്ലാസ് പിരിച്ചുവിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉത്തരം കിട്ടണം. നിങ്ങൾ എന്ത് പരിപാടി നിങ്ങൾ കാട്ടണം. നിങ്ങൾ കോളേജിൽ മാനേജ്മെന്റായിട്ട് ഞങ്ങൾ പിള്ളേരുടെ കമ്മ്യൂണിക്കേറ്റ് എന്തിനാ എത്ര ബുദ്ധിമുട്ട് കാട്ടണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാത്ത പ്രശ്നമുള്ളൂ. നിങ്ങളവിടെ വരിക. നിങ്ങൾ എവിടെ കോതമംഗലത്തിലുള്ളത് നിങ്ങൾ വരിക, സംസാരിക്കുക. ഞങ്ങളവിടെ ഇരിക്കണ്ടല്ലോ. വേണ്ടി അകത്ത് വരുന്ന സംസാരിക്കാൻ കുഴപ്പമില്ല. നിങ്ങൾ വരിക. വരാനുള്ള മാന്യതയും കാട്ടുക. ഒരു കൊച്ചു മരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ രാത്രി 11 മണി 1 മണി വരെ ഉണ്ടായി. വൈകുന്നേരം വരെ 4 മണി വരെ പിള്ളേരവിടെ ഉണ്ട്. അവരവിടെ വന്നിട്ട് പോലും ഞങ്ങളുടെ മിണ്ടിയില്ല. പക്ഷേ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ. ഞങ്ങൾ വലിയ അവിടെ തർക്കിക്കാനോ ഒന്നും അല്ല നിൽക്കണേ. ഒരു കമ്മ്യൂണിക്കേഷൻ വരണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണേ? ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യണേ? അടുത്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് ചോദിക്കാൻ പറ്റും. നിലവിലൊരു വോയിസ് ഇല്ല. മനസ്സിലായി? ഇപ്പൊ എത്ര അറ്റൻഷൻ കിട്ടുന്നത് മാത്രമാണ് അവിടെ പിള്ളേർ തന്നെ വന്നത്. അല്ലെങ്കിൽ പകുതി പിള്ളേർക്ക് പേടിയാ. കാരണം അവർ പേടിക്കുന്ന കാരണം നമുക്ക് അവരെ ഒരു പരിധിക്ക് അപ്പുറം അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ ഇവർക്ക് ചെയ്യാലോ കാര്യങ്ങൾ. ഇപ്പൊ എത്ര അറ്റൻഷൻ കിട്ടിയതുകൊണ്ട് അവർ പിന്നെ ഒരു ആക്ഷനൊക്കെ ബാക്കിലേക്ക് വലിക്കും. പക്ഷേ ഇത് കഴിഞ്ഞാൽ നാളെ ഒരു സംഭവം ഉണ്ടായി എങ്ങനെയാണ് പിള്ളേർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്? ആ ഒരു സിസ്റ്റം വേണം. ഇവർക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. എത്ര അറ്റൻഷൻ കിട്ടിയ ഒരു സിറ്റുവേഷൻ പോലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ഫോൺ വിളിച്ചിട്ടുണ്ട്, നേരിട്ടൊന്നും വരിക. നിങ്ങൾ മാനേജ്മെന്റ് ആരെങ്കിലും വരിക.